നിന്നോടല്ലേ ഞാൻ ചോദിച്ചേ, നിനക്ക് കഴിക്കാൻ തന്ന ഗുളിക നീ കഴിച്ചോ? അത് പിന്നെ അമ്മേ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇവളത് കഴിച്ചിട്ടുണ്ടാവില്ല, അതെടുത്ത് കളഞ്ഞിട്ടുണ്ടാവുന്നേ. എപ്പോഴാണ് നിനക്ക് ഗുളിക ഇങ്ങനെ വാരിക്കോരി തന്നത്? ഇത് യാത്ര പോകുന്നത് കൊണ്ടല്ലേ നിനക്ക് ഗുളിക തന്നത്? ഓ, അതിന് ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തു അത് കിട്ടാത്തത് കൊണ്ട്. നാരായണി, നാരായണി, അവിടെ നില്ല നാരായണി. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് പൂച്ച, അവിടെ നില്ലേ. ഹയ്യട ഹയ്യാ, നിന്നെ ഞാൻ പിടിച്ചേ. എന്റെ ദൈവമേ, ഇവളെന്താ ജെറിയാണോ? ഈ പാതിരാത്രിക്കാണോ ഇവളുടെ ടോം ആൻഡ് ജെറി കളി? എടാ പൂച്ച, നിന്നെ ഞാൻ എങ്ങനെ പിടിച്ചതെന്ന് കണ്ടോ നീ? എന്നെ വിട്ട് പോവാന്ന് വിചാരിച്ചോ? ആരിത് ഈ അസമയത്ത് എന്നെ വിളിക്കുന്നേ? ഹൈ പാറു, എന്നെ കണ്ടുപിടിച്ചോ? എന്നെ കണ്ടുപിടിച്ചിട്ട് 1 മണിക്കൂറായി. അല്ല, ഈ പാതിരാത്രി നീ പൂച്ചയോടൊപ്പം എന്ത് ചെയ്യുന്നതാടി? ഏയ്, അതൊന്നുമില്ലാടി, ചുമ്മാണ്ട്. എന്തായാലും നിന്നെ കണ്ടുപിടിക്കാൻ കുറെ സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് ഞാനും പൂച്ചയും ചേർന്ന് കുറച്ച് സമയം കളിച്ചതാ. ആ, ഇങ്ങനെ കുറെ സമയം സംസാരിച്ചോണ്ടിരുന്നാലും നമ്മൾ ഇവിടെ തന്നെ ബാക്കിയാവും. നമുക്ക് വേഗം കാറിനടുത്ത് പോയാലോ? ആ, അതെ അതെ, വേഗം നടക്ക്. ഇല്ല മോളെ, അച്ഛനെ കാറിന്റെ ചാവിയൊന്നും കളഞ്ഞില്ല. പക്ഷെ എങ്കിലേ നമ്മുടെ കാറിന് എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്, എന്തോ കാർ എന്തോ വെടക്കായിന്നാ തോന്നുന്നത്. നിന്റെ അച്ഛന് ഈ കാറിലാണ് എന്നെ പെണ്ണ് കാണാൻ വന്നത്. അപ്പൊ ഇത് നല്ല രാശിയുള്ള കാർ എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അതിനിപ്പോ എന്റെ മെക്കിട്ട് കയറണോ? എന്താ പറ്റിയത്? എല്ലാരും എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എടി മോളെ, അത് പിന്നെ ഇല്ലേ, നമ്മുടെ കാറിന് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ ചേച്ചി, ചേച്ചി എന്തായി പറയുന്നത്? നമ്മുടെ കാർ എടുക്കായിരുന്നോ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെടി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും അറിയുന്നില്ല. അയ്യോ, ഇനി ഇവന്റെ തന്നെ വേറെ. എന്താ പപ്പീഷ് മോനെ? അല്ല പാറേച്ചി, നിങ്ങൾ ഈ പാതിരാത്രിക്ക് എവിടേക്കാ നടന്നുകൊണ്ട് പോയത്? എടോ, ഞാൻ പാതിരാത്രിയിൽ എവിടെ പോയാലും നിനക്കെന്താ? ലതേച്ചി, ഇനിയിപ്പോ നമ്മൾ ഈ പാതിരാത്രിയിൽ എവിടെ തങ്ങും ലതേച്ചി? ഇവിടെ ഒരു വീട് പോലും കാണുന്നില്ലല്ലോ. ഇവിടെ അടുത്തെവിടെയും വല്ല വീടുണ്ടോ എന്ന് നോക്കാം ചേച്ചി. നമുക്ക് ഇന്ന് രാത്രി അവിടെ താമസിക്കാം. രാവിലെ ബസ്സിലോ മറ്റോ കയറിയിട്ട് നാട്ടിലോട്ട് പോകാം. ആ അതേടി, നമ്മള് ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും തങ്ങാം, നാളെ രാവിലെ പോവാം. അത് നല്ല ഐഡിയ. അതും ശരിയാ, എല്ലാവരും നടക്കങ്ങോട്ട്. അയ്യോ അച്ഛാ, ഇനി എനിക്ക് വയ്യ. ഇനി എന്നെ കൊണ്ട് ഒരു ചവിട്ട് പോലും നടക്കാൻ പറ്റില്ല. അയ്യോ, എന്റെ കാലൊക്കെ വേദനിക്കുന്നു. ഇനി എനിക്ക് ഒരു ചവിട്ട് പോലും നടക്കാൻ പറ്റില്ല. എടി സുധേ, ഇതെന്തോ അടി ഫുള്ളും മരവും കാടും മാത്രമല്ല കാണുന്നത്, ഒരു വഴി പോലും തെളിഞ്ഞു കാണുന്നില്ലല്ലോ. അതെ ചേച്ചി, നമുക്ക് വഴി തെറ്റിന്നാ തോന്നുന്നത്. നമ്മളിപ്പോ നടു കാട്ടിലാണുള്ളതെന്നാ തോന്നുന്നത് ചേച്ചി. എന്തായാലും ഇത്രയും ദൂരം നടന്നതല്ലേ, നമുക്ക് കുറച്ചും കൂടി നടക്കാം. ഇവിടെ എവിടെയെങ്കിലും വീടോ മറ്റോ കാണുന്നുണ്ടോന്ന് നോക്കാം. ആ, അത് ശരിയാടി, കുറച്ചും കൂടി നടക്കാം. അയ്യോ, ഇനിയും നടക്കണമെന്നോ? എന്നെ കൊണ്ട് വയ്യ. ഈ കാലം വെച്ച് ഞാൻ ഇങ്ങനെയാ നടക്കുന്നത്. കുറച്ചു ദൂരല്ലേ മക്കളെ, എല്ലാവരും നടക്ക്. അമ്മേ അമ്മേ, നോക്കമ്മേ, അവിടെ ഒരു വീട് നോക്കിയേ. അമ്പമ്പോ, എന്ത് വലിയ വീടാ! ഏതേലും വലിയ പണക്കാരുടെ വീടായിരിക്കും. ചിലപ്പോ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം തരുമായിരിക്കും. ഇത്രയും വലിയ വീട്ടിൽ നമുക്ക് താമസിക്കാൻ സ്ഥലം തരില്ലെന്നോ? തരുമായിരിക്കും അമ്മേ. വാ, നമുക്ക് പോയി ചോദിക്കാം. ഇത്രയും വലിയ വീടുണ്ടായിട്ട് അവരെന്താ വാച്ച്മാനെ ഒന്നും വെക്കാത്തത്? വാച്ച്മാൻ ഉണ്ടായിരുന്നാലും നമുക്ക് അയാളോട് തന്നെ ചോദിക്കായിരുന്നു. വാച്ച്മാൻ എവിടെയെന്ന് ചോദിച്ചാൽ പാടത്ത് വെക്കുന്ന പോലാണല്ലോ വന്ന് കയറിയത്. നിനക്കാണ് നേരത്തെ അറിയോ? അത് പിന്നെ അമ്മ, എനിക്ക് മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ട്. പണ്ടൊരു കാലത്തൊന്നും പറയണ്ട, വളവള അടിക്കാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞേ. പറയാമേ, പറയാം. അന്നൊരു ദിവസമില്ലേ, എന്താടാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ പൈസ, ഇനി എന്നോട്
വെച്ചോട്ടോ. അയ്യോ നായി, അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. ഇതാരെന്നെ നടന്നത്? ഇതൊക്കെ എപ്പോൾ സംഭവിച്ചതാടി? ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ലല്ലോ. ഹിഹിഹിഹി. അത്